കൊല്ലം ജില്ലയിൽ 2011 ശേഷം 11 മണ്ഡലങ്ങളാണുള്ളത്. അതിനു മുമ്പ് 12 മണ്ഡലങ്ങളുണ്ടായിരുന്നു. അത് നെടുവത്തൂർ മണ്ഡലമാണ് 2011 ഡീലിമിറ്റേഷൻ പ്രക്രിയയിൽ കൂടി ഇല്ലാതായത്. 11 മണ്ഡലങ്ങളിൽ 2021 തെരഞ്ഞെടുപ്പിൽ 9 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും 2 കരുനാഗപ്പള്ളിയിലും കുണ്ടറയിലും ഐക്യമുന്നണിയുമാണ് ജയിച്ചത്. ഈ ഒരു 11 മണ്ഡലങ്ങളെ നമ്മൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുമ്പോൾ ഓരോ മണ്ഡലത്തിൻ്റെയും കഴിഞ്ഞകാല രാഷ്ട്രീയ സ്വഭാവം ഒന്ന് പരിശോധിക്കാം. അതിലൊന്ന് കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളി ആദ്യ തെരഞ്ഞെടുപ്പ് തൊട്ട് തന്നെ പ്രാബല്യത്തിലുള്ള മണ്ഡലമാണ്. 1957 CPIയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ PS ശ്രീനിവാസൻ, ചന്ദ്രശേഖരൻ നായർ, C ദിവാകരൻ, രാമേന്ദ്രൻ എന്നിവരൊക്കെ ജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ CPI ജയിക്കുന്ന ഒരു മണ്ഡലം എന്ന രൂപത്തിലാണ് കരുനാഗപ്പള്ളിയെ അറിയപ്പെടുന്നത്. അതിലൊരു മാറ്റമുണ്ടായത് 2001 2001 ഗൗരി അമ്മയുടെ ജനാധിപത്യ സംരക്ഷണ സമിതി JSSൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള N രാജൻ ബാബു അവിടെ ജയിച്ചപ്പോഴാണ്. പിന്നീട് 2021 വലിയ ഒരു മാറ്റം കരുനാഗപ്പള്ളിയിൽ കാണുന്നത്. 2021 CR മഹേഷ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥി, ഏതാണ്ട് 54% വോട്ട് നേടിക്കൊണ്ട് CPIയുടെ R രാമേന്ദ്രനെ, അതായത് ഏതാണ്ട് 29,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുകയാണ്. അത് കരുനാഗപ്പള്ളിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ്, നേരത്തെ പല ജനപ്രതിനിധികളെക്കുറിച്ചും പൊതുവായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പോൾ ഈ CR മഹേഷ് വളരെ പോപ്പുലറാണ് ആ മണ്ഡലത്തിൽ നിന്നുള്ളത് നമ്മൾ കാണേണ്ടത്. അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ മുന്നണിയുടെ പ്രധാന പാർട്ടികളിൽ, അത് CPI ആയിക്കോട്ടെ CPM ആയിക്കോട്ടെ, പാർട്ടിയിലുള്ള ചില പ്രശ്നങ്ങളും ആ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇത്തരത്തിൽ ബാധിച്ചിട്ടുണ്ട്, പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അത് പാർട്ടി CPM പാർട്ടിയിലായാലും CPIയിലായാലും അത് പരിശോധിക്കുകയും അതിനുവേണ്ടി നടപടികളൊക്കെ സ്വീകരിച്ച ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം CR മഹേഷ് എന്ന് പറയുന്ന ജനപ്രതിനിധിയുടെ ഇൻഫ്ലുവൻസ് മണ്ഡലത്തിൽ നന്നായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. കരുനാഗപ്പള്ളി പരമ്പരാഗതമായിട്ട് CPI ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണെങ്കിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയം ഒരുപക്ഷെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു മണ്ഡലം ചവറയാണ്. ചവറ എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSPയുടെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമാണ്. കൊല്ലം ജില്ല പൊതുവേ നമുക്കറിയാം CPMഉം CPIയും RSPയും ഏതാണ്ട് ഒരേപോലെ ശക്തമാണ് എന്ന് പ്രതീതി ഉണ്ടാക്കിയ ഒരു ജില്ലയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ RSPക്ക് വലിയ സ്വാധീനമുണ്ട്, CPIക്ക് വലിയ സ്വാധീനമുണ്ട്, CPMന് സ്വാധീനമുണ്ട്. 3 പേരും തുല്യ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള ഒരു പ്രതീതിയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പൊതുവെ കണ്ടുവരുന്നത്. അങ്ങനെ RSPയുടെ ആ സ്വാധീനം ഗ്രാജ്വലായിട്ട് കേരള രാഷ്ട്രീയത്തിൽ കുറഞ്ഞു വരികയാണ്. അവരുടെ വിഭാഗീയത, നേതാക്കന്മാർ തമ്മിൽ ആദ്യം RSP 2 ബേബി ജോൺ ഒരു വിഭാഗമായി മാറുന്നു, മറ്റൊരു വിഭാഗം വേറെ ഉണ്ടാകുന്നു, RSP ബോൾഷെവിക് എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നു. അങ്ങനെ RSP പിന്നീട് വീണ്ടും ഇതാവുന്നു. പിന്നെ അവസാനം ഒരു വിഭാഗം കോവൂർ കുഞ്ഞുമ്മൻ പറയുന്ന RSP മാത്രം ലെഫ്റ്റിൻ്റെ കൂടെ നിൽക്കുന്നു. പൊതുവേ ലെഫ്റ്റിൻ്റെ കൂടെ നിന്നിരുന്ന RSPയാണ് ഉണ്ടായിരുന്നത് കൂടുതലും ശക്തമായിരുന്നത്. പക്ഷേ ആ RSP മുഴുവൻ എല്ലാ വിഭാഗങ്ങളും കോവൂർ കുഞ്ഞുമ്മൻ്റെ വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും ഇപ്പോൾ ഐക്യമുന്നണിയുടെ ഭാഗമായി മാറുകയാണ്. ഈ ഇത്തരത്തിലുള്ള നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുന്ന നിലപാടുകൾ RSPയെ സംബന്ധിച്ച് വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകൾ, അത് നേതാക്കന്മാർക്ക് ജയിക്കുവാൻ വേണ്ടിയുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ അകത്ത് വിഭാഗീയത ഉണ്ടാകുന്നത്. അത് വളരെ തളർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലെ കശുവണ്ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന UTUC തൊഴിലാളി സംഘടനകളൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് RSPയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയാണ് അവരുടെ ജില്ല. അവിടെ അവർ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നമ്മൾ ചവറയിലും കാണാം.
ചവറ എന്ന് പറയുന്നത് ബേബി ജോൺ ജയിക്കുന്ന മണ്ഡലം എന്ന് പറയുന്ന RSPയുടെ ഏറ്റവും ശക്തമായിട്ടൊരു മണ്ഡലമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് നഷ്ടപ്പെടുകയാണ്. 2006 RSP 2 വിഭാഗം, നേരത്തെ പറഞ്ഞ പോലെ ബേബി ജോൺ വിഭാഗവും ശരിയായ RSP എന്ന് പറയുന്ന വിഭാഗവും തമ്മിൽ ടൈറ്റ് ഫൈറ്റ് നടന്നത്. പ്രേമചന്ദ്രനും ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോണും തമ്മിലുള്ള മത്സരം നടക്കുന്നത്. ആ മത്സരത്തിലാണ് പ്രേമചന്ദ്രൻ, ലെഫ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രേമചന്ദ്രൻ അവിടെ ജയിച്ചു വരുന്നത്. അതിനുശേഷം 2016 2021 ഈ ഉള്ള ഇലക്ഷൻ ആകുമ്പോൾ RSPയുടെ എല്ലാ വിഭാഗവും UDFൻ്റെ ഭാഗമായി മാറുന്നു. 2016 ഒരു സ്വതന്ത്രമല്ല ലെഫ്റ്റിൻ്റെ പിന്തുണയോടുകൂടി അവിടെ ഒരു സ്ഥാനാർത്ഥി വരികയാണ്, വിജയൻ പിള്ള വരികയാണ്. വിജയൻ പിള്ള അവിടെ ജയിക്കുകയാണ് 2016. 2021 അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ സ്ഥാനാർത്ഥിയാവുന്നു ലെഫ്റ്റിൻ്റെ. അങ്ങനെ സുജിത് വിജയൻ പിള്ള 2021 ജയിക്കുകയാണ്. ഈ സുജിത് വിജയൻ പിള്ള ജയിച്ചത് ചെറിയ ഭൂരിപക്ഷം, 1000-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് ചവറ മണ്ഡലം എന്ന് പറയുന്നത് ഐക്യമുന്നണിയുടെ RSP വിഭാഗത്തിന് ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിട്ടാണ് ഇപ്പോഴും നമ്മൾ കാണേണ്ടത്. പക്ഷേ സുജിത് വിജയൻ പിള്ളയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അദ്ദേഹം അവിടെ ഇടപെടുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടപെടലൊക്കെ തന്നെ വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും എത്രയോ നാളുകളായി ഈ പറയുന്ന ചവറയിൽ ജയിക്കാതിരിക്കുന്ന ഒരു RSP, ഐക്യമുന്നണി മന്ത്രിസഭയിൽ വലിയ സജീവമായിട്ടുള്ള പാർട്ടി, അവർ എല്ലാ തരത്തിലും ഈ പറയുന്ന ചവറയിൽ ഈ വലിയ ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ജയിച്ചു വരണമെന്നും ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് ചവറയിലെ ടൈറ്റ് ഫൈറ്റ് ഏത് തരത്തിലേക്ക് മാറുമെന്ന് നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ പോലെയല്ല, കൊല്ലത്ത് വന്നിരിക്കുന്ന ഒരു വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇതുവരെ കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണി മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ആ കൊല്ലം കോർപ്പറേഷനിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഐക്യ മുന്നണി ജയിക്കുകയാണ്. അത് കൊല്ലം കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ചവറയൊക്കെ അതിൻ്റെ അകത്ത് വരുന്നത്, ചവറ മണ്ഡലമൊക്കെ തന്നെ. അതുകൊണ്ട് ഒരു 50-50 ചാൻസാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് വരുവാണെങ്കിൽ ഐക്യമുന്നണിക്കാണ് എഡ്ജ്. നേരെ മറിച്ച് സുജിത് വിജയൻ പിള്ള എന്ന് പറഞ്ഞ ജനപ്രതിനിധി മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ കൂടിയുള്ള വികസന ക്ഷേമ പദ്ധതികൾ, ഇതാണ് വോട്ടായി മാറുന്നതെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് വീണ്ടും ജയിച്ചു വരാൻ പറ്റും. പക്ഷേ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മണ്ഡലത്തിൻ്റെ കൂട്ടത്തിൽ ചവറയെ ഉൾപ്പെടുത്തേണ്ടി വരും. മറ്റൊന്ന് കുന്നത്തൂരാണ്. കുന്നത്തൂർ എന്ന് പറയുന്നത് 2011 ശേഷം അത് പട്ടികജാതി വിഭാഗത്തിൽ സംവരണം ചെയ്ത മണ്ഡലമാണ്. കുന്നത്തൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ RSP മാത്രമേ ജയിച്ചിട്ടുള്ളൂ. RSP ആണ് അവിടെ മിക്ക തെരഞ്ഞെടുപ്പുകളിലും 1957 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ RSP ജയിച്ച മണ്ഡലമാണ്. അതിൽ ഇപ്പോഴെന്ന് വെച്ചാൽ കാണേണ്ടത് അവിടെ കുന്നത്തൂരിൽ മാത്രമായിട്ടൊരു വലിയ സ്വാധീനമുള്ള കോവൂർ കുഞ്ഞുമോൻ, അത് RSPയുടെ ഒരു ചെറു വിഭാഗമാണ്. ആ ചെറു വിഭാഗം ലെഫ്റ്റിൻ്റെ കൂടിയാണ്. കോവൂർ കുഞ്ഞുമോൻ എന്ന് അറിയാം, RSP കോവൂർ കുഞ്ഞുമോൻ വിഭാഗം. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ജയിച്ചു വരുന്നു. കോവൂർ കുഞ്ഞുമോൻ അവിടെ നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മണ്ഡലത്തിൽ ഒരു പൊതു സ്വീകാര്യനായ ഒരു ജനപ്രതിനിധിയാണ്. കുന്നത്തുനാട് അതുകൊണ്ട് തന്നെ ഒരു ലെഫ്റ്റിൻ്റെ മണ്ഡലമായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ. അത് അതേപോലെ അടുത്ത ഇലക്ഷനും സംഭവിക്കാൻ സാധ്യത ഏറെയുള്ളൊരു മണ്ഡലമാണ്. മറ്റൊരു മണ്ഡലം കൊട്ടാരക്കരയാണ്. ഈ കൊട്ടാരക്കര മണ്ഡലം എന്ന് പറയുന്നത് 1957 ഫോം ചെയ്ത മണ്ഡലമാണ്. 1957 ആ മണ്ഡലത്തിൽ ബാലകൃഷ്ണപിള്ളയുടെ മണ്ഡലമാണ് അത്. 1977 തൊട്ടിട്ട് ബാലകൃഷ്ണപിള്ള അവിടെ ജയിച്ചു വരുന്ന മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ 1967 സി അച്യുതമേനോൻ ഒരു ബൈ ഇലക്ഷനിൽ മുഖ്യമന്ത്രി ആയപ്പോഴും സി അച്യുതമേനോൻ 1967 സപ്തകക്ഷി മുന്നണി തകർന്ന് CPIയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ സി അച്യുതമേനോൻ നിയമസഭാ അംഗമല്ലായിരുന്നു. ആ നിയമസഭാ അംഗമല്ലാത്ത അച്യുതമേനോൻ ജയിക്കാൻ വേണ്ടി കൊട്ടാരക്കര മണ്ഡലമാണ് അന്ന് തിരഞ്ഞെടുത്തത്. ആ കൊട്ടാരക്കര മണ്ഡലത്തിൽ സി അച്യുതമേനോനും ജയിച്ചിട്ടുണ്ടായിരുന്നു 1967 ശേഷം 1969 ബൈ ഇലക്ഷനിൽ. അങ്ങനെ ജയിച്ചു. പക്ഷേ 1977 തൊട്ടിട്ട് ഈ ബാലകൃഷ്ണപിള്ളയുടെ മണ്ഡലമായിട്ട് ഇത് മാറുകയാണ്. കേരള കോൺഗ്രസിൻ്റെ
ബാലകൃഷ്ണപിള്ള. ചില ഘട്ടങ്ങളിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട്, ചില ബഹുഭൂരിഭാഗം സമയങ്ങളിലും ഐക്യമുന്നണിയുടെ ഭാഗമായിട്ടാണ്. ഈ 2006 തെരഞ്ഞെടുപ്പിലാണ് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോരാട്ടം കൊട്ടാരക്കരയിലുണ്ടാവുകയും അതിൻ്റെ ജനവിധി ഉണ്ടാവുകയും ചെയ്തത്. 2006 CPM-ൻ്റെ ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ ജയിച്ചു വരുന്നത്. ആയിഷ പോറ്റി 2006 ജയിക്കുന്നു, ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജയിക്കുന്നു. 2011 ജയിക്കുന്നു, 2016 ജയിക്കുന്നു. ആയിഷ പോറ്റി അങ്ങനെ 3 തവണ കൊട്ടാരക്കരയിലെ ജനപ്രതിയായി മാറിയിട്ടുണ്ട്. 2021 ഇലക്ഷനാണ് സ്വാഭാവികം ലെഫ്റ്റിൻ്റെ 3 പ്രാവശ്യം MLA ആയ ആയിഷ പോറ്റി മാറി നിൽക്കുകയും പുതിയൊരു സ്ഥാനാർത്ഥിയായി KN ബാലഗോപാൽ അവിടെ വരികയും ചെയ്തത്. KN ബാലഗോപാൽ ഏതാണ്ട് 10,000-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കൊട്ടാരക്കരയിൽ ജയിച്ചത്. കൊട്ടാരക്കരയ്ക്ക് ഇപ്പോഴും ലെഫ്റ്റിൻ്റെ ഒരു മേധാവിത്വമുള്ളൊരു മണ്ഡലമാണ്. ആ മേധാവിത്വത്തിനെ എങ്ങനെയെങ്കിലും തകർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് ഐക്യമുന്നണിയുടെ ഭാഗത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 3 പ്രാവശ്യം കൊട്ടാരക്കരയിലെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് CPM-ൻ്റെ നേതാവായിട്ട് ആയിഷ പോറ്റി പാർട്ടിയുമായിട്ട് അല്പം അസ്വാരസ്യത്തിൻ്റെ മുകളിൽ മാറി നിന്നപ്പോൾ അവരെ ഐക്യമുന്നണിയുടെ ഭാഗത്തേക്ക് അടുപ്പിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ജയം തന്നെ 10,000-ഓളം വരുന്ന വോട്ടിൻ്റെ ജയം അത് അതേപോലെ തന്നെ ഇടതുമുന്നണിക്ക് ഉണ്ടാകാനാണ് സാധ്യത ഏറെ. മറ്റൊരു മണ്ഡലമാണ് പത്തനാപുരം. ഇതിന് തൊട്ടടുത്തുള്ള ഒരു മണ്ഡലം എന്നുള്ളത് ബാലകൃഷ്ണപിള്ളയുടെ മണ്ഡലമാണ് കൊട്ടാരക്കരയെങ്കിൽ ഒരു കാലത്ത് പത്തനാപുരം എന്നത് അദ്ദേഹത്തിൻ്റെ മകൻ KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലമാണ്. ഈ പത്തനാപുരത്ത് ആദ്യ കാലഘട്ടത്തിൽ പിന്നെ CPI ജയിച്ച ഒന്നാണ്. ബാലകൃഷ്ണപിള്ളയും ആദ്യം ജയിച്ചത് പത്തനാപുരത്തു നിന്നാണ്. 1957 ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണപിള്ള ആദ്യം ജയിച്ചു വരുന്നത് പത്തനാപുരത്തു നിന്നാണ്. അങ്ങനെ CPI സ്ഥാനാർത്ഥികളാണ് പത്തനാപുരത്ത് പൊതുവെ ജയിച്ചു വരാറുള്ളത്. അതിനുശേഷമുള്ള 2001 തൊട്ടിട്ടാണ് പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ ജയിച്ചു വരുന്നത്. കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയുടെ നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ ഗണേഷ് കുമാർ 2001 ശേഷം അദ്ദേഹം ജയിക്കുന്നു. പിന്നെ 2014 2021 അദ്ദേഹം ലെഫ്റ്റിൻ്റെ കാൻഡിഡേറ്റായിട്ട് ജയിക്കുന്നു. 2021 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ചത് ഇതേപോലെയാണ്. ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ജനപ്രതിനിധി ആയതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ശക്തമായിട്ട് സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള, നേരത്തെ തൊടുപുഴയെക്കുറിച്ച് പറഞ്ഞ പോലെ, പാലായിലെ മാണിയെക്കുറിച്ച് പറഞ്ഞ പോലെ, കൊട്ടാരക്കര ബാലകൃഷ്ണപിള്ള ആദ്യകാലത്തിലുള്ള പറഞ്ഞ പോലെ, പത്തനാപുരം ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഒരു വല്ലാത്ത സ്വാധീനത്തിലുള്ള ഒരു മണ്ഡലമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പത്തനാപുരത്ത് ഐക്യമുന്നണിക്ക് ജയിച്ചു കയറുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാകാനുള്ള സാധ്യത. മറ്റൊരു മണ്ഡലം പുനലൂരാണ്. പുനലൂർ 1957 വോട്ടിലാണ്. പുനലൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ CPI സ്ഥാനാർത്ഥികളാണ് മിക്കവാറും അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗോവിന്ദൻ നായർ, PK ശ്രീനിവാസൻ, ചിത്തരഞ്ജൻ, പിന്നെ സുപാൽ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജയിച്ച ഇതാണ്. അവിടെ ഒരു 2 തവണയാണ്, അതായത് ഒന്ന് സാം ഉമ്മൻ കേരള കോൺഗ്രസ് ജോസഫിൻ്റെയും ഒന്ന് സുരേന്ദ്രൻ പിള്ള, ഇവർ 2 പേരാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് അവിടെ ഒരു അട്ടിമറി വിജയം ഉണ്ടാകുന്നത്. പിന്നീടുള്ള V മധുവാണ് കോൺഗ്രസിൻ്റെ 991. ഒരുപക്ഷെ കോൺഗ്രസ് അവിടെ ജയിച്ചത് 991 V മധുവിൽ കൂടിയാണ്. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പുനലൂർ ജയിച്ചിരിക്കുന്നത് ലെഫ്റ്റിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള CPI സ്ഥാനാർത്ഥികളാണ്. ഇതിൽ പ്രത്യേകത കാണിച്ചാൽ ആ മണ്ഡലത്തിൽ ജയിച്ച ലെഫ്റ്റിൻ്റെ കാൻഡിഡേറ്റ്സൊക്കെ സമീപകാല തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 50% മുകളിൽ വോട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ 50% മുകളിൽ വോട്ട് കിട്ടുന്ന ഒരു മണ്ഡലം എന്ന രൂപത്തിൽ ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പുനലൂർ വളരെ കംഫർട്ടബിളായിട്ടൊരു മണ്ഡലമായിട്ടാണ് ഇടതുപക്ഷ മുന്നണി വിലയിരുത്തുന്നത്. ഒരു കേരളത്തിൽ ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പായും ജയിക്കും എന്ന് പരിഗണിക്കപ്പെടുന്ന ഒരു മണ്ഡലമായിട്ട് പുനലൂരിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും. ചടയമംഗലം ഇതുപോലെ തന്നെയാണ്. 1957 ഫോം ചെയ്തതാണ്. CPIയുടെ വലിയ നേതാക്കന്മാർ വെളിയം ഭാർഗവൻ, നേരത്തെ പറഞ്ഞ MN ഗോവിന്ദൻ നായർ, ചന്ദ്രശേഖരൻ നായർ, അവസാനം ലതാദേവി, ഇപ്പോൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ലതാദേവി, ഇവരൊക്കെ ജയിച്ച മണ്ഡലമാണ് ചടയമംഗലം. 2001 അവിടെ ഒരു അട്ടിമറി വിജയം ഉണ്ടാകുന്നത്. 2001 കോൺഗ്രസിൻ്റെ പ്രയാർ ഗോപാലകൃഷ്ണൻ വിജയിക്കുകയാണ് ഉണ്ടായത്. 2001 പ്രയാർ ഗോപാലകൃഷ്ണൻ ശേഷം പിന്നീട് വീണ്ടും 2021 CPIയുടെ
ചിഞ്ചു റാണി ജയിക്കുന്നു, ഒരു മന്ത്രിസഭയിൽ അംഗമാകുന്നു. 13,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ചടയമംഗലത്ത് ചിഞ്ചു റാണി ജയിക്കുന്നത്. ചടയമംഗലം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPI സ്ഥാനാർത്ഥികൾ ജയിക്കുന്നൊരു മണ്ഡലമായിട്ടാണ് പൊതുവായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. ആ രീതിയിൽ തന്നെ ചടയമംഗലം പോകാനാണ് സാധ്യത ഏറെയുള്ളത്. മറ്റൊരു മണ്ഡലം കുണ്ടറയാണ്. ഈ കുണ്ടറ മണ്ഡലം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ രണ്ട് പാർട്ടികളും, അതായത് മുന്നണികളും ജയിച്ചു വന്നിട്ടുണ്ട്. കുണ്ടറയിൽ പിന്നെ 1962 ഫോം ചെയ്തത്. 1965 ഇലക്ഷൻ അത് അസാധുവായി. 1967 ആദ്യമായിട്ട് ജനപ്രതിനിധി ഉണ്ടാകുന്നത്. അവിടെ CPMൻ്റെ MA ബേബി ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മേഴ്സിക്കുട്ടി അമ്മ ജയിച്ചിട്ടുണ്ട്. ഏറ്റവും അവിടെ പ്രധാനപ്പെട്ട വിജയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ A.A. റഹീം, വളരെ ദേശീയ തലത്തിലൊക്കെ അറിയപ്പെടുന്ന A.A. റഹീം വിജയിച്ച മണ്ഡലമാണ് കുണ്ടറ. അപ്പോൾ ഈ കുണ്ടറ എന്ന് പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമായിട്ടാണ് കുണ്ടറയെ കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അവിടെ PC വിഷ്ണുനാഥ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വരികയാണ്. മേഴ്സിക്കുട്ടി അമ്മ മന്ത്രിസഭയിൽ അംഗമായിരുന്ന മേഴ്സിക്കുട്ടി അമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിഷ്ണുനാഥ് അവിടെ ജയിക്കുകയാണ്. ചെറിയ ഭൂരിപക്ഷമാണ്, 4,500-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കുണ്ടറയിൽ വിഷ്ണുനാഥ് ജയിക്കുന്നത്. വിഷ്ണുനാഥും ഇതുപോലെ തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിട്ട് കുണ്ടറ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണി കൊല്ലത്ത് നേരത്തെ ജയിച്ച സീറ്റുകളൊന്നായ കുണ്ടറ അത് നിലനിർത്തുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്നൊരു മണ്ഡലമാണ് കുണ്ടറ. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ജയിച്ച ഈ ലാസ്റ്റ് 2021 ഇലക്ഷനിൽ ജയിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 5,000-ഓളം വോട്ടാണ്. എങ്കിലും ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ ജനപ്രതി എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ്. അത് ഐക്യമുന്നണിയുടെ ലിസ്റ്റിൽപ്പെടാനാണ് കൂടുതൽ സാധ്യത എന്ന് അവർ പരിഗണിക്കുന്ന മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് ഒരു ഈക്വൽ സാധ്യതയാണ് ഈ കുണ്ടറ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം എന്നത്. അതിൽ ഒരു മനസ്സിലാകേണ്ടത് ഈ കുണ്ടറ മണ്ഡലത്തിൽ പ്രത്യേകത കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാണാൻ പറ്റും. BJPക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൽ വമ്പിച്ച രൂപത്തിൽ കുറവ് വന്നിരുന്നു 2021. അതായത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൽ നിന്ന് വമ്പിച്ച രൂപത്തിൽ ഇടിവ് കുണ്ടറ മണ്ഡലത്തിൽ BJPക്ക് 2021 തെരഞ്ഞെടുപ്പ് നടന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് വളരെ കുറവായുള്ള വോട്ടായിരുന്നു ലഭിച്ചത്. അങ്ങനെ BJPക്ക് അവിടെ വർദ്ധിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഒരുപക്ഷെ കുണ്ടറയിലെ മണ്ഡലത്തിലെ വിജയം നിശ്ചയിക്കുന്നത് BJP കഴിഞ്ഞ കാലങ്ങളിൽ പിടിച്ച വോട്ട് പിടിക്കുമോ അല്ല 2021 പിടിച്ച കുറഞ്ഞ വോട്ടുകൾ മാത്രമേ പിടിക്കുമോ എന്നുള്ളത് അടിസ്ഥാനമാക്കിയായിരിക്കാം 2026 കുണ്ടറയിലെ ജനവിധിയെ നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഒരു മണ്ഡലമാണ് കൊല്ലം സിറ്റിയിലേക്ക് വന്ന് അതിൻ്റെ നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1957 വന്ന മണ്ഡലമാണ്. RSPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. TK ദിവാകരൻ, ബാബു ദിവാകരൻ, കടവൂർ ശിവദാസൻ. ആദ്യകാലത്ത് കടവൂർ ശിവദാസൻ RSPയുടെ നേതാവായിട്ട് ജയിച്ചാണ്. പിന്നീടാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായി മാറുന്നത്. അതിനുശേഷം അതുപോലെ CPMൻ്റെ PK ഗുരുദാസ് 2006 2011 PK ഗുരുദാസ് ജയിച്ച മണ്ഡലമാണ്. പിന്നീട് 2014 2021 അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി രൂപത്തിൽ CPM M മുകേഷിനെ, സിനിമാ നടൻ കൂടിയായിട്ടുള്ള M മുകേഷിനെ മണ്ഡലത്തിൽ രംഗത്തിറക്കുന്നത്. 2014 ജയിക്കുന്നു, 2021 ജയിക്കുന്നു. പക്ഷേ 2021 എത്തുമ്പോൾ നാം കാണേണ്ടത് മുകേഷിൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത് വളരെ നാരോ മാർജിനായിരുന്നു. 2000-ഓളം വരുന്ന വോട്ടിനാണ് മുകേഷ് അവിടെ ജയിക്കുന്നത്. കൊല്ലം മണ്ഡലം എന്ന് പറയുന്നത് RSPയുടെ ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് ഒരു കാലത്ത് അതിനെ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും നമ്മൾ കാണേണ്ടത് കൊല്ലത്ത് ഞാൻ സൂചിപ്പിച്ച പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്രയോ വർഷമായിട്ട് കൈവശമുണ്ടായ കൊല്ലം കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അവിടെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വന്നിരിക്കുകയാണ്. ആ ഒരു ഫാക്ടർ സ്വാഭാവികം ഒരു അല്പം എഡ്ജ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കൊല്ലത്തുള്ള മത്സരം അതുകൊണ്ട് തന്നെ ഏറ്റവും ടൈറ്റ് മത്സരമായിരിക്കും. ആരാണ് സ്ഥാനാർത്ഥി ആയി വരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അവിടുത്തെ ജനവധി ഉണ്ടാവുക എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇരവിപുരം തൊട്ടടുത്തൊരു മണ്ഡലമാണ്. കൊല്ലം നഗരത്തോട് തൊട്ടുകിടക്കുന്ന മണ്ഡലമാണ് ഇരവിപുരം.
ഇരവിപുരം കൊല്ലം കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ മയ്യനാട് പഞ്ചായത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് വന്നതാണ്. ഇതും ഒരു നമ്മൾ കാണേണ്ടതാണ്. മയ്യനാട് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എത്രയോ വർഷമായിട്ട് ഇടതുമുന്നണി മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്താണ് മയ്യനാട് പഞ്ചായത്ത്. ആ മയ്യനാട് പഞ്ചായത്തിലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ഇടതുപക്ഷ മുന്നണിക്ക്. പക്ഷേ ഇരവിപുരം എന്ന് പറയുന്നത് കലാകാലങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ RSPയുടെ നേതാക്കന്മാർ, അത് RS ഉണ്ണി ആയാലും VP രാമകൃഷ്ണപ്പിള്ളി ആയാലും A അസീസൊക്കെ ജയിച്ച മണ്ഡലമാണ്. RSPയിൽ നിന്ന് CPM കൈവശപ്പെടുത്തിയ ഒരു മണ്ഡലമാണ് ഇരവിപുരം. പഴയ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇരവിപുരത്ത് RSPയാണ് ജയിക്കാറ്. അത് അവിടെ ഒരു പ്രാവശ്യം മാത്രമാണ് 1991 മുസ്ലിം ലീഗിൻ്റെ PKK ബാവ ജയിക്കുന്നത്. അത് കഴിഞ്ഞ് മറ്റെല്ലാ തെരഞ്ഞെടുപ്പിലും RSP നേതാക്കന്മാർ മാത്രം ജയിച്ച ഒരു മണ്ഡലമാണ്. 1991 PKK ബാവ അവിടെ നിന്ന് ജയിക്കുകയാണ് അവിടെ. പിന്നീട് ഈ ഇടതുമുന്നണി ആ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി നിർത്തുകയും 2016 2021 CPMൻ്റെ M നൗഷാദ് അവിടെ വിജയിക്കുകയാണ്. അത് ഏറ്റവും കാണേണ്ടത് 2021 നൗഷാദിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 28,000 വോട്ടായി മാറുകയാണ്, വമ്പിച്ച വോട്ടായി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇരവിപുരം എന്ന മണ്ഡലം സ്വാഭാവികമായും വളരെ കംഫർട്ടബിളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിളായിട്ടുള്ള ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലമായിട്ടാണ് വിലയിരുത്തുന്നത്. അതിൻ്റെ ഒരു ഭയം എന്ന് സംബന്ധിച്ച് കൊല്ലം കോർപ്പറേഷനും മയ്യനാട് പഞ്ചായത്തും ഉൾക്കൊള്ളുന്ന ഈ പറയുന്ന മണ്ഡലത്തിൽ അതിൻ്റെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ള ഭയം മാത്രമാണ് ഇടതുമുന്നണിക്കുള്ളത്. അല്ല എങ്കിൽ ഇരവിപുരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഷുവർ സീറ്റായി LDFനെ സംബന്ധിച്ച് ഒരു ഷുവർ സീറ്റായിട്ടാണ് അവർ പരിഗണിക്കുന്നത്. പക്ഷേ ഈ അനുകൂല സാഹചര്യം ഐക്യജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായത് അനുകൂല സാഹചര്യം ഐക്യജനാധിപത്യ മുന്നണി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അവിടുത്തെ ജയപരാജയങ്ങൾ ഉണ്ടാവുക. ചാത്തന്നൂർ മണ്ഡലവും ഇതുപോലെ തന്നെ CPI മാത്രം CPIയുടെ മണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത്. 1967 അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് CPI അല്ലാതെ ജയിച്ച CV പത്മരാജൻ, കോൺഗ്രസിൻ്റെ CV പത്മരാജൻ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. പ്രതാപവർമ്മ തമ്പാനും കോൺഗ്രസിൻ്റെ 2 പ്രാവശ്യമായിട്ട് CV പത്മനാഭൻ 2 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. 1982 91 പ്രതാപവർമ്മ തമ്പാൻ അവിടുന്ന് 2001 കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPI സ്ഥാനാർത്ഥികളാണ് ജയിച്ചത്. 2011 തൊട്ടിട്ട് 3 പ്രാവശ്യം 2011 16 21 CS ജയപാലാണ് അവിടുന്ന് ജയിച്ചു വരുന്ന CPI സ്ഥാനാർത്ഥി. നല്ല വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ കാണേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 സെക്കൻഡ് പൊസിഷൻ 2ാം സ്ഥാനത്ത് BJP എത്തിയെന്നുള്ളതാണ്. 30% വോട്ട് നേടിയിട്ട് BJP ചാത്തന്നൂർ 2ാം സ്ഥാനത്തെത്തി, UDF 3ാം സ്ഥാനത്തായി എന്നുള്ളതാണ്. BJPയുടെ ഒരു വോട്ട് കൂടിയ ഒരു നിയമസഭാ മണ്ഡലമായിട്ട് നമ്മൾ ചാത്തന്നൂരിനെ കാണും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ 2026 തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂർ മണ്ഡലത്തിൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുന്നത് സ്വാഭാവികം BJPയുടെ ശക്തി എത്രത്തോളം ആ തെരഞ്ഞെടുപ്പുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഇതേ ട്രെൻഡാണെങ്കിൽ ചാത്തന്നൂർ CPI ലെഫ്റ്റിൻ്റെ ഘടകകക്ഷിയായ CPI നിലനിർത്താൻ സാധ്യതയുണ്ട്. അല്ല BJPയുടെ വോട്ടുകൾ കുറയുകയും അത് UDFന് അനുകൂലമായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു ടൈറ്റ് ഫൈറ്റും ഉണ്ടായേക്കാം. അപ്പോൾ ഇതാണ് കൊല്ലം ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. അതായത് കൊല്ലം ജില്ലയിൽ നമുക്ക് 11 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങൾ ലെഫ്റ്റിനാണ്, 2 മണ്ഡലങ്ങൾ UDFൻ്റെ കൈവശമാണ്. ആ മണ്ഡലത്തിന് 2 എന്ന് പറയുന്ന UDFൻ്റെ മണ്ഡലം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് ചില സ്ഥലങ്ങളിലുണ്ട്. അത് കൊല്ലം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും അനുകൂലമാകുന്നൊരു ജില്ലയാണ്. ആ അനുകൂലമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൊല്ലത്തുനിന്ന് ഉണ്ടാകുന്നില്ലെങ്കിൽ വരാൻ പോകുന്ന ഭരണത്തിനെയും അത് ഇടതുപക്ഷ മുന്നണി ആഗ്രഹിക്കുന്ന തുടർ ഭരണത്തിനെയും അത് ബാധിക്കുകയും ചെയ്യും. ഐക്യമുന്നണിക്ക് അത് അനുകൂലമായി മാറുകയും ചെയ്യും.